നടിയെ ആക്രമിച്ചതിൽ കുറ്റബോധമുണ്ടോ? കൂടുതൽ നടിമാർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ? വെളിപ്പെടുത്തലിന്റെ അടുത്ത ഭാഗം കേൾക്കൂ. 2021 ബാലേന്ദ്രകുമാറിന്റെ ശേഷം പൾസർ സുനി ഇതിൽ കഥയിലില്ല, കാരണം ദിലീപിനെ കേന്ദ്രീകരിച്ചാണ്. പക്ഷെ 2021 മുമ്പ് മുഴുവൻ പറയുന്നത് പിന്നെ പൾസർ സുനി വേറെയും പലരെയും ഇതുപോലെ ആക്രമിക്കുന്നു, 5 പേര് പോലീസിന് മൊഴി കൊടുത്തു, പൾസർ സമാധാനമായ രീതി. പക്ഷെ അതെല്ലാം സെറ്റിൽ ചെയ്തു. ശരിയാണ്. അപ്പോൾ അത് പക്ഷെ അവര് പരാതിയില്ല, അവർ പറഞ്ഞു, പോലീസ് ഇത് പറഞ്ഞു. സന്ധ്യയോടാണ് തോന്നുന്നു അന്ന് കുറെ 4 പേര് പറഞ്ഞു. അപ്പൊ അന്ന് പക്ഷെ അത് ദിലീപാണ്, വേറെ ആൾക്കാരാണ്. അപ്പൊ അതാണ് നിങ്ങൾ ഇനിയും പറഞ്ഞാൽ പലരും എന്ന് പറയാനുള്ള കാരണം അവർക്ക് അത് ദിലീപല്ല. അപ്പൊ പുള്ളിക്ക് അങ്ങനെ അറിയാവുന്നതുകൊണ്ടാണ് പുള്ളിക്ക് ഇതിനകത്ത് നടക്കുന്ന മൊത്തം അറിയാം. ആരും പറയില്ലെന്ന്, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. എല്ലാവരും ആരും പുള്ളില്ല, നിലനിൽപ്പാണ് പ്രധാന കാര്യം. പിന്നെ പറയും ആ നിലനിൽപ്പ് സ്വന്തം കയ്യിലായി. റോഷി ചേട്ടൻ തന്നെ പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാം റോഷി ചേട്ടൻ. എനിക്കിത് അറിയാതെ റീമയൊക്കെ പറയും പോലെ അങ്ങോട്ട് പറയും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, സമാനമായ രീതിയിൽ മറ്റു നടിമാർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യമായിരുന്നു. ഉണ്ട് എന്ന് പറയുന്നു പൾസർ സുനി, പക്ഷേ പലരും അത് തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല എന്ന് പറയുന്നു. റോഷി, ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇത്. ഏതെങ്കിലും തരത്തിൽ ഒരു നടി മാത്രം ആക്രമിക്കപ്പെട്ട കേസല്ല, ഇതൊരു പാറ്റേൺ ആയിരുന്നു, ഒരു രീതിയായിരുന്നു. ഈ നടിയെ ആക്രമിക്കുക, നടിമാരെ ആക്രമിക്കുക, അവരുടെ ദൃശ്യങ്ങൾ പകർത്തിയതിനു ശേഷം അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുക. ഇത് സിനിമാ ലോകത്തെ അടക്കി ഭരിക്കുന്നതിനുള്ളൊരു ഷോർട്ട് കട്ട് എന്ന നിലയിലാണോ ഈ കൊട്ടേഷൻ സംഘങ്ങൾ ഉപയോഗിച്ചിരുന്നത്? റോഷി. ഡോക്ടർ അരുൺകുമാർ, 2017 ഈ കൊച്ചിയിൽ നടി ആക്രമിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിൽ നിരവധി പേർ ക്രൂരമായ പീഡനത്തിനിരയാവുകയും അവരുടെ ദൃശ്യങ്ങൾ പലരുടെയും കൈവശമുണ്ടെന്ന് കൃത്യമായി സ്ഥിരീകരിക്കുന്നുണ്ട് ഈ നടിയാക്രമിച്ച കേസിലെ പ്രധാനപ്പെട്ട പ്രതി പൾസർ സുനി. നേരത്തെ പോലീസിന് മുന്നിൽ ചില നടിമാർ തങ്ങൾക്കും ഇതേപോലെ അനുഭവം ഉണ്ടായെന്ന് വിശദീകരിച്ചിരുന്നു. പക്ഷേ തങ്ങളാരും ഈ പ്രതിസന്ധി, ഈ പോലീസ് കേസും അതുമായി ബന്ധപ്പെട്ട കുരുക്കുകളൊക്കെ ഭയന്ന് പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറായില്ലെന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അന്ന് പോലീസിന് ഇത് സംബന്ധിച്ച് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നത്. ആ കാര്യമാണ് ഇപ്പോൾ പൾസർ സുനി സ്ഥിരീകരിക്കുന്നത്. അത് നടന്നിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നടിയാക്രമിച്ച കേസിലെ 8ാം പ്രതിയായ നടൻ ദിലീപിന് അറിയാമായിരുന്നു. സിനിമയിലുള്ള പലർക്കും ഈ തരത്തിൽ ക്രൂരമായ പീഡനങ്ങൾ നടന്നിട്ടുണ്ടെന്നും നടക്കുന്നുണ്ട് എന്ന കാര്യം കൃത്യമായി അവർക്ക് ബോധ്യമുണ്ട് എന്ന് അവിടെ പൾസർ സുനി സമ്മതിക്കുന്നുണ്ട്. അവരൊക്കെ നിലനിൽപ്പ് ഭയന്നാണ്, നിലനിൽപ്പിന് വേണ്ടിയാണ് ഇതൊക്കെ രഹസ്യമായി സൂക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ നേരത്തെ കൊച്ചിയിൽ നടിയാക്രമിക്കപ്പെട്ടതുപോലെ തന്നെ അതിനേക്കാൾ ഞെട്ടിക്കുന്ന കാര്യമാണിത്. സിനിമാ ലോകത്ത് നിരന്തരം പല സിനിമാ നടിമാരും ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി ചിലർ സൂക്ഷിക്കുകയും അത് ബ്ലാക്ക് മെയിലിങ്ങിനായി ഉപയോഗിക്കുന്നുവെന്ന കൃത്യമായ സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വന്ന ആ വെളിപ്പെടുത്തലുണ്ട്. അരുൺകുമാർ, ഇത് മറ്റൊരു കുറ്റകൃത്യമാണ്. അത് ഈ അന്ന് പീഡനത്തിനിരയായ പല സിനിമാ പ്രവർത്തകർ അവർ ഈ കാര്യം നിയമപരമായ പോരാട്ടത്തിന് തയ്യാറെടുത്ത് വന്നാൽ മാത്രമേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പക്ഷേ ഈ പരാതിയുമായി വന്നാൽ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികളാണ് അവരെ പിന്നോട്ടടിപ്പിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഒത്തുതീർപ്പാക്കി എന്ന് കൂടി പൾസർ സുനി സമ്മതിക്കുന്നുണ്ട്. ഈ പരാതികളൊക്കെ, അത് സംഭവങ്ങളൊക്കെ കൃത്യമായി ഒത്തുതീർത്തിരുന്നു എന്ന് കൂടി പൾസർ സുനി ഈ വെളിപ്പെടുത്തൽ സമ്മതിക്കുന്നു എന്നതാണ്. അതായത് റോഷി, ഈ വിവരം ഈ ധീരയായ നിർഭയായ ഈ അതിജീവിത തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിരന്തരം നടിമാർ ആക്രമിക്കപ്പെടുന്ന അതേ എപ്പിസോഡുകൾ ആവർത്തിച്ചേനെ, അല്ലേ? ഒരു സംശയവുമില്ല. ഈ 2017 ആക്രമിക്കപ്പെട്ട ആ യുവനടി ധൈര്യസമേതം പോലീസിന് മുന്നിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ അതിനുശേഷം പിന്നീട്
നിയമ പോരാട്ടമാണ്. അത് സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി സുപ്രീം കോടതിയിൽ നിന്നടക്കം അഭിഭാഷകനെ ഇറക്കി ആ നിയമ പോരാട്ടം നടത്തിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇനിയും സമാനമായ കുറ്റകൃത്യം മലയാള സിനിമയിലെ നടിമാർ ഏറ്റുവാങ്ങേണ്ടി വരുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ധീരമായ പോരാട്ടമാണ് ഈ സംഭവത്തിൽ അതിജീവിത നടത്തിയതെന്ന് പറയാതെ വയ്യ. കാരണം തനിക്ക് ഒരു മുഖംമൂടിയുടെ ആവശ്യമില്ല, താൻ ഇരയല്ലെന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞ അതിജീവിതയാണ് ഇനി താൻ അല്ലാതെ ഇരയല്ലെന്ന് പറഞ്ഞു. അത് എത്രത്തോളം പീഡനത്തിനിരയായ ഈ നിരാലംബരായവർക്ക് ആത്മധൈര്യം പകർന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ബർക്കാദത്തിന് നൽകിയ അഭിമുഖത്തിൽ അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ, അങ്ങനെ ഒരു സംസാരം ഈ അതിജീവിതയുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ പലർക്കും സമാനമായ രീതിയിൽ അനുഭവമുണ്ടായ പലർക്കും അവർ നടത്തുന്ന പോരാട്ടത്തിന് അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള ഊർജം അതിജീവിത നൽകിയെന്നതാണ് പ്രധാനപ്പെട്ടത്. അത്രയും മാതൃകാപരമായ ഒരു പ്രവർത്തനം അതിജീവിതയുടെ ഭാഗത്തുനിന്നുണ്ടായി. ധൈര്യസമേതം അന്ന് മുന്നോട്ട് വരുമ്പോൾ അതിജീവിതയ്ക്ക് പലരും പിന്തുണ നൽകി. കുടുംബത്തിന് പുറത്ത് നമ്മൾ റിപ്പോർട്ടർ ഉൾപ്പെടെ നമ്മൾ ഈ കാര്യത്തിൽ പലപ്പോഴായി നമ്മൾ പറഞ്ഞതാണ്. ഒരു ജേർണലിസത്തിനപ്പുറത്തേക്ക് ആക്ടിവിസമാണ് അന്ന് റിപ്പോർട്ടർ നടത്തിയത്. സമാനമായ രീതിയിൽ തന്നെ ഈ ഒരു കുറ്റകൃത്യം യഥാർത്ഥത്തിൽ നമ്മൾ പറയണം റോഷിപാൽ, ഈ ക്രൂരമായ പീഡനത്തിനിരയായ ഈ അതിജീവിത, ഈ ചലച്ചിത്ര താരം, ഈ യുവനടി യഥാർത്ഥത്തിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായതോടുകൂടി നിരന്തരമായി, അതായത് ഒരു പറ്റം പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ കഥകൾ ഇതേ പൾസ് സുനി നമ്മളോട് പറയുന്നുണ്ട്. അതിൽ പലരും ഒത്തുതീർപ്പാക്കിയിരിക്കുന്നു, അവർക്ക് പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ അവരെ നിശബ്ദരാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ രീതിയിൽ നിശബ്ദമാക്കുമായിരുന്നു ഇതിൽ നടിയും. അതിനുള്ള ഓഫർ കൂടി കൊടുക്കുന്നുണ്ട്, പുറത്ത് മറ്റാരും അറിയില്ല, ഈ ദൃശ്യങ്ങൾ എൻ്റെ കയ്യിൽ മാത്രം ഭദ്രമായിരിക്കും, നീ പണമൊന്നും തരണ്ട, ഈ ദൃശ്യങ്ങൾ മാത്രം എനിക്ക് തന്നാൽ മതി, നിന്നെ അതിനുശേഷം കൂട്ടബലാത്സംഗത്തിന് വിട്ടുകൊടുക്കില്ല, പിന്നെ നീ സേഫാണ് എന്ന് പറയുന്നു. ആ ദൃശ്യങ്ങൾ ഒരു പക്ഷേ പുറം ലോകം അറിയാതെ ഈ കൊട്ടേഷൻ സംഘത്തിൻ്റെ കയ്യിൽ എത്തിയിരുന്നുവെങ്കിൽ നിരന്തരം ഇനിയും ഈ റോഡുകളിൽ ഇതേപോലെ ഇതേ രീതിയിൽ തന്നെ ഓടുന്ന കാറുകളിൽ വെച്ച് മറ്റു നടിമാർ പീഡിപ്പിക്കപ്പെട്ട ദൃശ്യങ്ങൾ പകർത്തപ്പെട്ടതുപോലെ മറ്റു നടിമാരുടെയും ദൃശ്യങ്ങൾ പകർത്തപ്പെടുമായിരുന്നു എന്നത് ഉറപ്പാണ്. അവർ നടത്തിയ നിയമ പോരാട്ടം, ധീരമായിട്ടുള്ള നിയമ പോരാട്ടം ഈ കൂടുതൽ പെൺകുട്ടികളെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു എന്നതുകൂടിയാണ് ഇപ്പോൾ പൾസ് സുനിയുടെ വെളിപ്പെടുത്തലിൽ തെളിയുന്നത്.